ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളതാ പതിവ് പോലെ ടൂർ പോവുകയാണ്. ഈ വർഷത്തെ ടൂർ പോകുന്നതിന് വണ്ടി പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പൂജ കഴിഞ്ഞാൽ എല്ലാ ആളുകളും വണ്ടിക്കകത്ത് കയറും. അങ്ങനെയാണ്. അപ്പോൾ പൂജ കഴിച്ച് ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ ടൂർ മെമ്പർമാരും വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ കയറിയതിൻ്റെ വീഡിയോസ് കാണിക്കും. എല്ലാവരും കയറി. വണ്ടി ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എല്ലാ മെമ്പർമാരും കയറിയിട്ടുണ്ടോ നോക്കുകയാണ്. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കയറിയിട്ടുണ്ട്. എല്ലാവർക്കും പതുപോലെ തന്നെ പോകുമ്പോൾ ഒരു സന്തോഷവും അതുമല്ലാതെ ഒരു ടെൻഷനും ഉണ്ട്. ഞങ്ങൾ തിരുവണ്ണാമലയിലാണ് എത്തിയത്. ഇന്ന് തിരുവണ്ണാമലയിലെത്തി. ഇവിടെ കാലത്തെത്തി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കുറച്ച് പേര് കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഭക്ഷണം ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങൾ അമ്പലത്തേക്ക് പോകും. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. ഇന്നത്തെ ഇഡ്ഡലിയാണ്. കാലത്തെ ഇഡ്ഡലിക്ക് സാമ്പാറുണ്ട്, ചട്നി, ചമ്മന്തി, അങ്ങനെ ആയിട്ടാണ്. ഞങ്ങളിതാ തിരുവണ്ണാമലയുടെ ഗോപുരം നോക്കി നടക്കുകയാണ്. ഈ കാണുന്ന ഗോപുരത്തിൽ ഞങ്ങൾ കയറുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തെ വശത്തുകൂടെയാണ് പോകുന്നത്. വേറെ ഗോപുരത്തിൻ്റെ വശത്തുകൂടെയാണ് പോകുന്നത്. ഇവിടെ പ്രത്യേകത ഒരുപാട് നന്ദി വിഗ്രഹങ്ങൾ മതിലുണ്ട്. നമുക്ക് കാണാൻ പറ്റും. വളരെ ഭംഗിയുള്ള നന്ദി വിഗ്രഹങ്ങളാണ് കേട്ടോ ഈ മതിലുകളിലുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ ആളുകളൊക്കെ ഇറങ്ങി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി പതുക്കെ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണേ. അതുകൊണ്ടോ ഇത് ഫസ്റ്റ് ഗോപുരമാണ്. അത് തെക്കേ നട ഗോപുരം പറയും. ഇതിലൂടെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ പോകേണ്ടത് വേറെ കിഴക്കേ നടയിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതെല്ലാം നന്ദി വിഗ്രഹങ്ങളാണ്. വലിയ മതിൽക്കെട്ടാണ്. ഒരുപാട് നന്ദി വിഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മനോഹരമായത്. നന്ദി വിഗ്രഹങ്ങളും മറ്റു വിഗ്രഹങ്ങളെല്ലാം തന്നെയുണ്ട് ഇതിനകത്ത്. ഇനി നമ്മൾ ഈ ഗോപുരത്തിലുള്ള ഓരോ വിഗ്രഹങ്ങളെ എങ്ങനെ നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് തോന്നുന്നു. വളരെ മനോഹരമായ വിഗ്രഹങ്ങളെല്ലാമാണ് ഉള്ളത്. ഈ മതിൽക്കെട്ട് കണ്ടോ? ഈ മതിൽക്കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണും പോലെയല്ല, ഭയങ്കര ഹൈറ്റാണ്. ഒരു പോസ്റ്റിനെക്കാളും വലിയ ഹൈറ്റായിട്ടാണ് അത് കാണുന്നത്. നമ്മളിത് ലോങ് നിന്ന് എടുക്കുന്നതാണ് കേട്ടോ, അടുത്തുനിന്നല്ല എടുക്കുന്നത്. നമ്മളിനി കയറുന്നത് ഇതാ ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെയാണ് കയറേണ്ടത്. ഇത് ഗോപുരത്തിൻ്റെ മുൻവശമാണ്. കിഴക്കേ നടയിലെ മുൻവശം ഗോപുരമാണ് കാണുന്നത്. നമുക്കത് മുകളിൽ കാണാൻ പറ്റുന്നില്ല താഴെ പോകുമ്പോൾ, അത്രയും ഹൈറ്റാണിത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഉള്ളിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിനും അകത്തേക്ക് പോകാൻ പറ്റില്ല. ചുറ്റമ്പലത്തിലേക്ക് നമുക്ക് പോവാം. ചുറ്റമ്പലത്തേക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ചുറ്റമ്പലത്തിൽ നിന്ന് രാജഗോപുരം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് രാജഗോപുരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഷെയർ ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഇനി അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നതാണ്. വേറെ ഒരു അമ്പലത്തേക്ക് പോകുന്നത്, ഗോൾഡൻ ടെമ്പിളിലാണ് പോകുന്നത്. ആ വീഡിയോസ് നിങ്ങളെ ഉടനെ ഞാൻ കാണിച്ചു തരും.